ഹായ്, രാവിലെ മാർക്കറ്റിൽ വന്നപ്പോൾ നല്ല മീൻ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുണ്ട്. പിന്നെന്തായാലും മീൻ വാങ്ങണം. ഇത്ര നാളായി മീൻ വാങ്ങിയിട്ട് അയലക്കുറവ് തന്നെ വാങ്ങാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ അതേ രീതിയിലാണ് വാങ്ങാം. എന്നിട്ട് അങ്ങോട്ട് പോകാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വെക്കാം. രാവിലെ നല്ല കാറ്റും മഴയുമാണ്. എന്നാലും ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചെന്നിട്ട് കറി വെക്കണം. നല്ല സ്പെഷ്യൽ, എൻ്റെ സ്പെഷ്യൽ കറി ഇന്ന് വെക്കണം. ഹായ്, നമസ്കാരം. ഞാൻ കരീം കരിയറ. ഞാൻ ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ്. ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു ഫിഷ് കറി, അതെൻ്റെ സ്പെഷ്യൽ, എൻ്റെ മാത്രം സ്പെഷ്യലായൊരു ഫിഷ് കറി ചെയ്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ തരുന്നത്. हाय नमस्कार, मैं करीम। आज मेरा पहली वीडियो है, मैं अपलोड कर रहा हूँ। वो पहली जो वीडियो है एक फ़िश करी बना के, केरला का स्पेशल फ़िश करी, वो मेरा स्पेशल फ़िश करी है, वो बना के आप लोगों के लिए अपलोड कर रहा हूँ. ഓക്കെ, മീൻ കറിയിലേക്ക് പോകാം. പുറത്ത് നല്ല മഴയാണ്, നല്ല കാലാവസ്ഥയാണ് ഇന്ന്. ഓക്കെ, നമുക്ക് മീൻ കറിയിലേക്ക് പോകാം. മീൻ കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് मेरा स्पेशल फ़िश करी का सामान सब रेडी हो गए. अभी सब कुछ रेडी हो गया रखा है. अभी चलता हूँ. അപ്പോഴെൻ്റെ മീൻ കറിക്ക്, എൻ്റെ സ്പെഷ്യൽ മീൻ കറിക്ക് എല്ലാം കട്ടിങ് ആയിട്ടുണ്ട്. സവാള അരിഞ്ഞത്, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വട്ടത്തിലരിഞ്ഞ തക്കാളി, കറിവേപ്പില, കുറച്ച് മല്ലിയില, പുളി. अभी तो मेरा जो फ़िश बनाने के लिए पूरा आइटम रेडी हो गए. प्याज बड़ा कटिंग किया हुआ है, ग्रीन मिर्चा, अदरक, लहसुन, स्पेशली ये छोटा प्याज बोलते हैं, वो भी लगा देते हैं. और टमाटर, करी पत्ता, धनिया पत्ता, इंक सब रेडी हो रखा है. മീൻ ഏകദേശം നല്ലവണ്ണം കഴിയുന്നതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇടുക. കുറച്ച് ഉപ്പും കൂടി അത് ചേർത്ത് നല്ലവണ്ണം കഴുകിയെടുക്കുക. കുറേ ഉപ്പിട്ട് नमक उपिट थोड़ा नमक डाल के एकदम फर्स्ट क्लास बढ़िया दिला दें. പക്ഷെ ഉപ്പിട്ട് കഴിയുമ്പോൾ നല്ല ഒരു ഇത് കിട്ടും മീന്. ഇപ്പോൾ കണ്ടേ, നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം മീനിൻ്റെ ആ ലേസിങ് ഏകദേശം എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഉപ്പിട്ട് കഴിയുമ്പോൾ थोड़ा नमक डाल के धुलाने से एकदम फिश है ना, एकदम क्लीन हो जाता है. സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുമ്പോഴേ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കത് പാകത്തിനിടയ്ക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കൊച്ചടുക്കളയാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിലെ അടുക്കളയൊന്നുമല്ല, സ്റ്റാഫ് ക്വാർട്ടറാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കൊച്ചടുക്കള. ചട്ടി ഒന്ന് ചൂടായി വരണ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. ഓയിലൊന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എണ്ണ നമുക്ക് ചൂടാകാൻ സമയമെടുക്കും. അപ്പോഴേക്ക് നമ്മൾ ആ ഹിങ്ക്, ഈ പുളി നല്ലവണ്ണം ഒന്ന് കഴുകി
കുറച്ച് വെള്ളത്തിലാക്കി എടുക്കുക. അപ്പം നമ്മൾ വെച്ചിരുന്ന എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുന്നു. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇടാം. ഇഷ്ടം നിറച്ച് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചതും ഉള്ളിയും മുളകും കൂടെ ചേർത്തിടുന്നു. ഉള്ളിയും മുളകും കൂടെ പിന്നെ നമ്മൾ അരിഞ്ഞിട്ടില്ല. ഈ ചുമന്ന ഉള്ളി അത് അരിയണമെന്നില്ല. അതങ്ങനെ തന്നെ വൃത്തിയായിട്ട് പൊടിച്ചെടുത്ത് ഒന്ന് വൃത്തിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കുറച്ചൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അരിഞ്ഞ് വെച്ച് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അദർക്ക്, ലസൂൺ ഇടും. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ചുമന്ന സമയം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അന്നേരം തന്നെ ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തങ്ങ് വെക്കുക. അന്നേരം തന്നെ ആ പ്ലേറ്റ് നമ്മൾ അന്നേരം തന്നെ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് മറ്റേ ലിക്വിഡൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അന്നേരം തന്നെ വാഷ് ചെയ്തങ്ങ് വെക്കുക. അന്നേരമുള്ള പണി അന്നേരം തന്നെ ചെയ്തു പോയാൽ നമുക്ക് പിന്നീട് ജോലി കുറഞ്ഞിരിക്കും. ആ ടൈമിൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒന്ന് ക്ലീനോടെ ചെയ്യുക. അപ്പം നമുക്ക് പിന്നീട് സമയം ലാഭിക്കാം. അപ്പോൾ നമ്മുടെ സവാള, ചെറുള്ളി, ഉള്ളിയെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്, ഒന്ന് ചുമന്നിട്ടുണ്ട്. अभी हमारा अदरक, प्याज, लहसुन, छोटा लहसुन सब थोड़ा नरम हो रखा है. अभी हमने क्या करना है, अभी हमने जो काट के रखा है जो टमाटर डाल देना. എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ടി വെച്ച് നമ്മൾ ഇതിടുന്നു. ടൊമാറ്റോ തക്കാളിക്ക് ഇട്ടതിന് ശേഷം ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കണം. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ആവശ്യത്തിന് ഇട്ടോ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. വീട്ടിലെ പാചകം മൊത്തം ഞാനാണ് കേട്ടോ. ചോറാകുന്നുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ കാര്യവും ആവുന്നുണ്ട്. ഇന്ന് ഫുൾ പാചകം എൻ്റെയാണ്. അപ്പം നമ്മുടെ മീൻകറി നമ്മളിട്ട ഐറ്റങ്ങളൊക്കെ ഏകദേശം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇളക്കി കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞളിട്ട് കൊടുത്തു. പിന്നീടാണുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിട്ട് കൊടുത്തോ. അപ്പോൾ ഇച്ചിരി ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുളക് പൊടി ഇട്ടു.
നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഏകദേശം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇച്ചിരി മൂക്കണം, ഇച്ചിരി ഒരു കളർ വരണമില്ല. അപ്പോഴേക്കും നമ്മുടെ പുളി ഇട്ട് വെച്ചിട്ടുണ്ട്, പുളിയും വെള്ളം കൂടെ. ആ പുളിയും വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നു, നന്നായി ഇളക്കി കൊടുക്കുന്നു. ഏകദേശം നല്ലോണം ഇളക്കുക. ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നതിനകത്തേക്ക്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കണം. വെള്ളം ഒഴിച്ച് ഏകദേശം ഇച്ചിരി നല്ലവണ്ണം ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയായി വെച്ചിരുന്ന മീൻ അതിലേക്ക് ഇടുക. അപ്പോൾ അതിൽ 2 മീൻ ഞാൻ മാറ്റി വെക്കണം, അത് എനിക്ക് ഫ്രൈ ചെയ്യാനാണ്. 2 മീൻ മാറ്റി വെക്കണം, ബാക്കി മീൻ അതിലേക്ക് ഇടണം. ചെറുതെ ഒന്ന് ഇളക്കി മിക്സാക്കുക. നമ്മുടെ മീൻകറി ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം ഉലുവാപ്പൊടി ചേർക്കുന്നു. ഇത്ര ഉലുവാപ്പൊടി. വീണ്ടും ഒന്ന് ഇളക്കണം. കൂടുതൽ ഇളക്കരുത്, പൊടിഞ്ഞു പോകരുത്. ആ രീതിയിലേക്കൊന്ന് എന്നിട്ട് ഭദ്രമായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം അടഞ്ഞിരിക്കട്ടെ. അപ്പോൾ ആ വേകുന്ന സമയം കൊണ്ട് നമ്മൾ ഈ മീന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അന്നേരം തന്നെ, അത് പിന്നീടത്തേക്ക് ആക്കരുത്, അന്നേരം തന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ജോലി കുറയും. അപ്പം നല്ല വൃത്തിയാക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ പിന്നീട് ജോലി വളരെ കുറയും. നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന പാത്രവും കാണുമ്പോൾ ആൾക്കാർക്ക് പകുതി വയറ് നിറയും. അപ്പോൾ ആഹാരം കുറച്ചേ കഴിക്കും. हाँ अभी तो मेरा स्पेशल में फ़िश करी हो रहा है, रेडी होने वाला है. जो अभी रखा हुआ है, जो पकने के टाइम में जो किचन का थोड़ा साफ सफाई किया, जो किचन का साफ सफाई और हम जो खाने के लिए देता है जो बर्तन, उसका साफ सफाई देख करके आदमी का दिल आधा भर जाता है, फिर खाना कम खा लेता है. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഏകദേശമായിട്ടുണ്ട്. അതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. थोड़ा सा नारियल का तेल डाल देना लास्ट में, बस थोड़ा सा हल्का से हिलाना है. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായി. അതിലേക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില ഒന്ന് ചേതറുക 4 സൈഡ്. ഇനി ഇളക്കാൻ നിൽക്കേണ്ട, അതിലേക്ക് നമ്മൾ നല്ല ഒരു അടപ്പെടുത്ത് അടയ്ക്കുന്നു. ഒന്ന് മീഡിയം ഇട്ട് വെക്കുന്നു. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഫിഷ് കറി एकदम बढ़िया हो गया.
अभी थोड़ा टेस्ट कर ले। बहुत बढ़िया हो गए। और आप लोग है नहीं तो आप लोग भी थोड़ा दिला देना था। അപ്പോൾ നിങ്ങളെൻ്റെ അടുത്തുണ്ടായിരുന്നു, നിങ്ങൾക്കും ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരാമായിരുന്നു. ആരും ഇല്ലല്ലോ, ഞാൻ തന്നെ നോക്കട്ടെ. വേരി അപ്പം എല്ലാം അപ്പം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. എൻ്റെ സ്പെഷ്യൽ മീൻകറി ഓക്കെ ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് തിന്നത്തുള്ളൂ, പേടിക്കണ്ട. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മീൻ സ്പെഷ്യൽ, എൻ്റെ മാത്രം സ്പെഷ്യൽ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ പുതിയ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, सब्सक्राइब ചെയ്യണം. और कैसे लगा मेरा फिश करी, मेरा स्पेशल फिश करी? आप लोगों को अच्छा लगा होगा. अच्छा लगा तो लाइक करना, शेयर एंड सब्सक्राइब कर लेना. നെക്സ്റ്റ് വേറൊരു പുതിയ വീഡിയോ കൊണ്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. @Kareem Blog 41. നമസ്കാരം.